എല്ലാം പഠിച്ചു വന്നു അല്ലെങ്കിൽ ഒരു ടീച്ചിങ് കോഴ്സ് എടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നതും ആ ഫീൽഡിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുന്നതും ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇപ്പോൾ UK എൻറോൾമെന്റ് റേഷ്യോയിൽ തന്നെ സൈക്കോളജി പ്രോഗ്രാംസ് ആർ ഗെറ്റിംഗ് മോർ അട്രാക്റ്റഡ്. പലതരത്തിലുള്ള സൈക്കോളജി ഫീൽഡ് ഉണ്ട്. അത് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും അബ്രോഡ് ആവുന്ന സമയത്ത്. ഇവിടെ കമ്പാരിറ്റീവ്ലി ആ ഓപ്ഷൻസ് കുറവാണ്. 80% പ്രാക്ടിക്കൽ സെഷൻസിന് മാർക്കും 20% തിയററ്റിക്കൽ സെഷൻസിന് മാർക്കും കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലില്ല. ഹായ് എവരിവൺ, വെൽക്കം ടു ദി 5th എപ്പിസോഡ് ഓഫ് യൂണി ടോക്സ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജിഷാൻ ആൻഡ് അൻസ്ല. സോ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് സൈക്കോളജിനെ പറ്റിയിട്ടാണ്. അതായത് സൈക്കോളജിയുടെ കരിയേഴ്സ്, എബ്രോഡിലുള്ള സൈക്കോളജിയുടെ കരിയേഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജിഷാൻ്റെ വേറെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ്സിലേക്കായിട്ട് കണ്ടിട്ടുണ്ടാവും. CEO മാക്ലോബ് ആൻഡ് അൻസലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഏതൊരു യൂണിവേഴ്സിറ്റി? ആംഗ്ലിയർ റസ്കിൻ യൂണിവേഴ്സിറ്റി. ഓക്കെ, നമുക്ക് അൻസലയിലേക്ക് തന്നെ വരാം. അൻസലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൈക്കോളജി പഠിപ്പിക്കുന്നതൊക്കെ ബാക്കിയുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇന്ത്യയിൽ വേണ്ട, നമ്മൾക്ക് അബ്രോഡ് പോകാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആക്ച്വലി ഞാനിവിടെ സൈക്കോളജി യൂഷ്വലി ആൾക്കാർ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി കൊണ്ട് എടുക്കുന്ന കോഴ്സാണല്ലോ. അപ്പോൾ ഞാൻ ബാച്ചിലേഴ്സ് സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് എനിക്ക് ഒരുപാട് തോന്നി. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സൈക്കോളജി എന്നുള്ളതും നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സൈക്കോളജി ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് കുറച്ചുകൂടി തിയറിറ്റിക്കലായിട്ട് നമ്മളിപ്പം ഒരു ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പോലെ സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ട് എക്സാമിന് എഴുതുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. ആൻഡ് സൈക്കോളജി കുറച്ചുകൂടി വേൾഡ് വൈഡ് ഞാൻ അറിഞ്ഞ സമയത്ത് അങ്ങനെയല്ല സൈക്കോളജി പഠിപ്പിക്കേണ്ടത്. ഇറ്റ് ഈസ് മോർ അബൌട്ട് ഹ്യൂമൻ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റാണ്. അല്ലാതെ ഒരു ബുക്ക് നോക്കിയിട്ട് ഇതാണ് ഇവരുടെ അസുഖം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ല. സോ അങ്ങനെയാണ് അബ്രോഡ് പോവാം, അല്ലെങ്കിൽ അബ്രോഡ് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടാണ് ഈ കോഴ്സസും അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് അവർ പഠിപ്പിക്കുന്നതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് അത് പിക്ക് ചെയ്യാനുള്ള കാരണം. റീസൺ എന്ന് പറയുന്നത് ജിഷാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അൻസല ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അൻസല ചോദിച്ചു, എനിക്ക് എന്താണ് സൈക്കോളജിയിൽ എങ്ങനെയായിരുന്നു മാസ്റ്റേഴ്സ്? ക്ലിനിക്കൽ സൈക്കോളജി എനിക്ക് പഠിക്കണം. അപ്പോൾ ഇന്ത്യയിൽ ക്ലിനിക്കൽ സൈക്കോളജി അവൈലബിൾ അല്ലേ? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഇന്ത്യയിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിയുടെ പ്രശ്നം? ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ആൾ പറഞ്ഞ ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം എനിത്തിങ്, ഇപ്പോൾ ഇന്ത്യയിൽ ഇത് സൈക്കോളജിക്ക് മാത്രം എന്നുള്ള കാര്യമല്ല, ആൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും ഇവിടെ ഒന്നും കൂടെ തിയററ്റിക്കലാണ്. ഇപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ബിസിനസ് ആണ് അല്ലെങ്കിൽ സൈക്കോളജി ആവട്ടെ, ഇനി വളരെ കോമൺ ആയിട്ടുള്ള ഏത് പ്രോഗ്രാമും ആവട്ടെ, അതെല്ലാം നമ്മൾ തിയറീസാണ് പഠിപ്പിക്കുന്നത്. തിയറീസാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 80% പ്രാക്ടിക്കൽ സെഷൻസിന് മാർക്കും 20% തിയററ്റിക്കൽ സെഷൻസിന് മാർക്കും കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലില്ല. വളരെ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. മറിച്ച് നമ്മൾ പുറത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അവർ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു തിയറി പറഞ്ഞു അല്ലെങ്കിൽ ഇന്നൊരു തിയറി പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളത് കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാസ്സാവും എന്നല്ല അവർ പറയുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുക. യു ഗൈസ് ഹാവ് ടു റീഡ് ഇറ്റ്, യു ഗൈസ് ഹാവ് ടു ഗോ ടു സം പ്ലേസ് ആൻഡ് ഡു പ്രാക്ടീസ് ഇറ്റ്. ഇതാണ് അവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഒരു കറണ്ട് ട്രെൻഡിൽ നമ്മൾ ഒരുപാട് കുട്ടികൾ നമുക്ക് സൈക്കോളജി റിലേറ്റഡ് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അവരുടെ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്യുന്ന, അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് മേജർ ഡിഫറൻസ്, ഇതാണ് മെയിൻ ഡിഫറൻസ്. നമ്മളിപ്പോൾ മേജർ എന്ന് പറഞ്ഞാൽ വേറെ കോമ്പണൻറ്റിന് എത്ര അടുത്ത് വെച്ച് കഴിഞ്ഞാലും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത് ഒരുപാട് ഡിഫറൻസസ് അവരുടെ സ്റ്റഡിയിങ് പാറ്റേൺസിലും അതുപോലെ അവരുടെ കരിയറിലേക്ക് അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോഴൊക്കെ മാറ്റങ്ങൾ, ഡിഫറൻസസ് അവർക്ക് വരുത്തി കൊടുക്കും. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം. പ്രാക്ടിക്കലി ആണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഞാൻ ബുക്കിൽ നോക്കിയിട്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെ ഒരു പെർട്ടിക്കുലർ ഡിസീസ്, ഇതാണ് അതിന്റെ സിംറ്റംസ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളത് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടണം. അതിൽ നിന്നാണ് നമ്മളിത് സ്റ്റഡീസ് ഉണ്ടാവും.
So yeah, this is first thing. Yes. അതിൽ ആഡ് ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ടീച്ചർ ഉണ്ടാവും. ആ ടീച്ചറാണ് സൈക്കോളജി അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ടീച്ചറായിരിക്കും നമുക്ക് ഒരു 1 year ഒരു എൻറ്റയർ അക്കാഡമിക് ഇയറിൽ അവരായിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷെ അവിടെ ആക്ച്വലി അങ്ങനെയല്ല. നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ മൊഡ്യൂൾ ട്യൂട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ട്യൂട്ടർ ഉണ്ടാവും. അതല്ലാതെ നമുക്ക് ഓരോ സെഷനും അതിൻ്റെ ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ആ ഫീൽഡിൽ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു അബൌട്ട് ഡ്രാമ തെറാപ്പി. അതായത് നമ്മൾ ഈ ഡ്രാമ ചെയ്യല്ലോ, അത് വെച്ചിട്ട് ഒരു ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ നമുക്ക് എങ്ങനെ ഇൻവോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഹീലിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം. കൂടുതലും നമ്മുടെ ഈ ഓട്ടിസം ഒക്കെ പോലുള്ള കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് തെറാപ്പിയാണ്. അപ്പൊ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി അതിന്റെ ബെസ്റ്റായിട്ട് കറന്റ്ലി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രാമ തെറാപ്പിസ്റ്റ് ആയിരുന്നു നമുക്ക് ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടീച്ചർ അല്ല, അതിന്റെ ബെസ്റ്റ്. അതിപ്പോ CBT അതായത് തെറാപ്പി ബേസ് ആയിട്ടായിരുന്നു എൻ്റെ കോഴ്സ് വരുന്നുണ്ടായിരുന്നത്. അതിന്റെ ബെസ്റ്റ് കറന്റ്ലി റെലവെന്റ് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഫീൽഡ് എക്സ്പീരിയൻസോട് കൂടി ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ആൻഡ് അത് കൂടാതെ തന്നെ ആഡ് ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി നമ്മളെ ഇൻവൈറ്റും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ പുറത്തത്തെ ഗസ്റ്റ് ടീച്ചേഴ്സ് വരുന്ന സമയത്ത് എല്ലാവരും തരുന്ന ഒരു കാര്യം അവരുടെ മെയിൽ ID. ആൻഡ് നമുക്ക് അത് വെച്ചിട്ട് അവരെ കണക്ട് ചെയ്യാനും പറ്റും, അവരുടെ സ്ഥലങ്ങളിൽ പോകാനും അവിടെ പോയിട്ട് നമുക്ക് പ്രാക്ടിക്കലി ഇതൊരു എക്സ്പോഷർ ആയിട്ട് എടുക്കാനും പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് അത് കൈൻഡ് ഓഫ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരിക്കലും കാണാൻ ഒരു കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഒരു ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ് നമുക്ക് എപ്പോഴും ഓരോ സെഷനും കിട്ടുന്നത്. അതായത് റാദർ ദാൻ എല്ലാം പഠിച്ചു വന്നു അല്ലെങ്കിൽ ഒരു ടീച്ചിങ് കോഴ്സ് എടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നതും ആ ഫീൽഡിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുന്നതും ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ അങ്ങനത്തെ വലിയൊരു വ്യത്യാസമുണ്ട്. പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് വി ഷുഡ് ആഡ് ദാറ്റ് ടു. ഓക്കെ, കുറേ സമയമായിട്ട് സൈക്കോളജിനെ പറ്റി ഭയങ്കരമായിട്ട് പറയുകയാണ്. അല്ല, എന്താണ് ഈ ഒരു സൈക്കോളജി തന്നെ ചൂസ് ചെയ്യാനായിട്ട്, ഐ മീൻ കരിയർ എന്നുള്ള രീതിയിൽ? സൈക്കോളജി ആക്ച്വലി ഞാൻ 10th കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ആൻഡ് +1 +2 അതിൻ്റെ അക്കോർഡിംഗ് ആയിട്ട് സൈക്കോളജി വിത്ത് ജേർണലിസം ഞാൻ കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈക്കോളജി എന്ന് ഞാൻ ആ കോഴ്സ് അല്ലെങ്കിൽ ആ ഫീൽഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എല്ലാ പ്രോബ്ലങ്ങളും അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ബാഡ് തോട്ട് ഉണ്ടാവുന്നത് ഇറ്റ് ഓൾസ് കംസ് ഫ്രം ഒരു നമ്മുടെ മൈൻഡ് സെറ്റും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതേപോലെ തന്നെ മെന്റലി ഉണ്ട്. അത് നമ്മൾ ഒരാൾക്ക് ഹീൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് മേക്ക് എ വാസ്റ്റ് ഡിഫറൻസ്, എസ്പെഷ്യലി ഇൻ അവർ കറന്റ് സൊസൈറ്റി. എല്ലാവരും ഒരു റാറ്റ് റേസിലാണ്. അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് കൈൻഡ് ഓഫ് രീതിയിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ ജേർണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വെരി ബിഗ് തിങ് ഫോർ മീ അറ്റ് ലീസ്റ്റ്. യാ, സോ അങ്ങനെ ആ ഒരു ഫീൽഡ് എടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഈ ഫീൽഡ് ചൂസ് ചെയ്തത്. അപ്പോൾ ജിഷാനൊക്കെ അറിയാം, നമ്മുടെ സൈക്കോളജിൻ്റെ കേസിൽ എബ്രോഡുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയാനുള്ളത്? മീൻസ് ഓഫ് കോഴ്സ് ഇതിലിപ്പോൾ നമ്മൾ UK US കൺട്രീസിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഒബ്വിയസ്ലി അവരെല്ലാവരും ഓപ്പൺ ടു ഡു എനി കൈൻഡ് ഓഫ് റിസർച്ചസ് ഇൻ നോട്ട് ജസ്റ്റ് ഇൻ സൈക്കോളജി, എനി പ്രോഗ്രാം. എസ്പെഷ്യലി ഇൻ ഗോയിങ് ടു സൈക്കോളജി നമുക്ക് ഒരുപാട് റിനൗണ്ട് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വേൾഡ് റാങ്കിൽ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 വരെയുള്ള റാങ്കിൽ ഐ ഡോണ്ട് സീ എനി ഇന്ത്യൻ ഓർ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. അതിൽ ഫസ്റ്റ് ഒരു 10 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 of them are from USA and 3 of them are from UK. So obviously അവിടെ മീൻസ് അവരൊക്കെ റാങ്ക്ഡ് ആവുന്നത് ഒരിക്കലും അവിടുത്തെ ടോട്ട് മാസ്റ്റേഴ്സ് കൊണ്ടല്ല. ഒബ്വിയസ്ലി അവരുടെ റിസർച്ച് ഫെസിലിറ്റീസും റിസർച്ച് പേപ്പേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് അവർ ടോപ്പ് റാങ്കിങ്ങിലേക്ക് വരുന്നത്, എസ്പെഷ്യലി ഇൻ സൈക്കോളജി സബ്ജക്റ്റ് ഏരിയ. ആൻഡ് വാഞ്ചല പറഞ്ഞതിൽ തന്നെ എനിക്ക് കരിയർ കാര്യങ്ങളിൽ പറയാൻ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സൈക്കോളജിയിൽ ഇന്ത്യയിൽ കാണുന്ന പ്രോഗ്രാമിൽ മാത്രമല്ല നമുക്ക് സ്റ്റുഡൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ദേ ആർ ആൾസോ അവരും മനസ്സിലാക്കി വരുന്നുണ്ട് ഞാൻ ഇനി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം, ഏത് കരിയറാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതിനനുസരിച്ച്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കോളജി ഓപ്ഷൻസ് നമ്മളോട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക് സൈക്കോളജി, ഓർഗനൈസേഷണൽ സൈക്കോളജി, ആൻഡ് ഈവൻ ഇപ്പോൾ നിയറസ്റ്റ് പ്ലേസിൽ എനിക്കൊരു കുട്ടി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കോഗ്നേറ്റീവ് സയൻസ് ആൻഡ്
സൈക്കോളജി എന്ന് പറയുന്ന അതെന്താ പ്രോഗ്രാം. ന്യൂറൽ അഥവാ നമ്മുടെ ബ്രെയിൻ ബിഹേവിയേഴ്സിൽ നിന്ന് സൈക്കോളജി എലമെന്റ്സിനെ പഠിക്കുക എന്നുള്ളതാണ്. അഥവാ അത് ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുക അതിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇമോഷൻസിനും ഓരോ തരത്തിലുള്ള ബ്രെയിൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും ഓരോ മനുഷ്യരിലും. അപ്പൊ അതിനെ പഠിക്കുക, അത് മാപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ആണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെഡിസിൻ ആസ് വെൽ. സോ അങ്ങനത്തെ എനിക്ക് കുറിച്ച് ഇറ്റ് ഈസ് ഫൺ. ലൈക്ക് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് കുട്ടികൾ കുറച്ചും കൂടെ കാര്യം. അതുപോലെ തന്നെ വേറൊരു ഈ കുട്ടി തന്നെ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുപാട് സെഷൻസ് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഈ കുട്ടി തന്നെ ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുട്ടിക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് തരുന്ന പ്രോഗ്രാമാണ്. നോ, ഷി വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു രസം അല്ലെങ്കിൽ നമുക്കതിലൊരു സ്പാർക്ക് കിട്ടുക എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരു പ്രോഗ്രാമാണ് സൈക്കോളജി ഓഫ് മ്യൂസിക്. സൈക്കോളജി ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. എൻ്റയർലി അതൊരു മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ്. നേരത്തെ ഡ്രാമേന്റെ കേസ് പറഞ്ഞ് അത് തെറാപ്പി റിലേറ്റഡ് ആണ്. ഐ എം മോർ ഡിഗ് ചെയ്തിട്ട് പോയിട്ടില്ല. മേ ബി ഷീ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് us on that. അപ്പോൾ അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് പുറത്ത് അവൈലബിൾ ആണ്. ഇത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് 7 ഫീൽഡ്സ് ആണ് ഇൻ സൈക്കോളജി. നമുക്ക് ഇന്ത്യയിൽ 7 8 ഫീൽഡുകളാണ് നമുക്ക് പഠിക്കാൻ മാസ്റ്റേഴ്സിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഞാനത് പുറത്ത് നോക്കുന്ന സമയത്ത് ഒരു 30-35 സംതിങ് ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ വന്നതുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഓരോ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കഴിഞ്ഞൊരു ഇൻടേക്കിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് നമ്മുടെ ടോട്ടൽ അപ്ലിക്കേഷൻസിൽ നോർമലി ഇപ്പോൾ UK എൻറോൾമെൻറ്റ് റേഷ്യോയിൽ തന്നെ സൈക്കോളജി പ്രോഗ്രാംസ് ആർ ഗെറ്റിംഗ് മോർ അട്രാക്റ്റഡ്. UK എന്ന് പറയുന്ന സ്പെസിഫിക് കൺട്രിയിൽ. US ആൾസോ സെയിം. പക്ഷേ UK കുറച്ചും കൂടെ അട്രാക്ഷൻ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 3 years ബാക്ക് നമ്മൾ ഹെസ ഡാറ്റ അനുസരിച്ച് 3 years ബാക്ക് ആൾമോസ്റ്റ് 140,000 സ്റ്റുഡൻസ് ആണ് സൈക്കോളജി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എൻറോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ശരിക്കും അത് ഒരു 2 years ബാക്ക് 2019 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര തന്നെ ഇല്ല. സോ ഇൻ ദ മീൻസ് നമ്മുടെ ചുറ്റുപാടിലും മെൻ്റൽ ഹെൽത്തിൻ്റെ അവയർനെസ് കൂടുന്നതും ഒരു എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ പീപ്പിൾ ആർ അപ്പോൾ പഠിക്കുന്ന കുട്ടികളും അവർക്ക് കുറച്ചും കൂടെ താല്പര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതൊരു നല്ല സൈനാണ്. ഐ എം ഹാപ്പി. അത് നമുക്കും കുറച്ചും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അറിയാത്ത സബ്ജക്റ്റ് പഠിക്കുക. നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ഓരോ പ്രോഗ്രാമിനെ കുറിച്ചും നമുക്ക് റിസർച്ചിലേക്ക് വരാം. അതേപോലെ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് യൂഷ്വലി കാണുന്ന കോഴ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലാണെന്നുണ്ടെങ്കിലും MSc സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുള്ളൂ ആഫ്റ്റർ ബാച്ചിലേഴ്സ്. പക്ഷെ നമുക്ക് അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്പെഷ്യലൈസേഷൻ കാണാം. MSc സൈക്കോളജി പറഞ്ഞാൽ ജനറലി ജസ്റ്റ് എല്ലാ കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടും പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ കോഗ്നിറ്റീവിലേക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ആൾക്കാർക്ക് എനിക്ക് ക്ലിനിക്കലായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനത്തെ ഓപ്ഷൻസ് ഇവിടെ ആക്ച്വലി കൈൻഡ് ഓഫ് അതിൽ കിട്ടാന്നുള്ളത് ഇസ് വെരി റയർ. അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് പെർട്ടിക്കുലർലി നോക്കാൻ അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി കാണാൻ ജനറൽ ആയിട്ടുള്ളതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ MSc സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്ക് പുറത്ത് അബ്രോഡ് അല്ല മോസ്റ്റ്ലി. ആൻഡ് പക്ഷെ അബ്രോഡ് ഇത് നമുക്ക് സ്പെഷ്യലൈസേഷൻ ഇപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, ന്യൂറോ സൈക്കോളജി ഉണ്ട്, ഇപ്പോൾ പലതരത്തിലുള്ള സൈക്കോളജി ഫീൽഡ് ഉണ്ട്. അത് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും അബ്രോഡ് ആവുന്ന സമയത്ത്. ഇവിടെ കമ്പാരിറ്റീവ്ലി ആ ഓപ്ഷൻസ് കുറവാണ്, ഇല്ലാന്നല്ല കുറവാണ്. സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പോയി, അതായത് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ അവരുടെ മെൻ്റൽ ഹെൽത്തും അല്ലെങ്കിൽ അവരതിനെ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ അബ്രോഡ് പോയി അവിടെ പഠിക്കുമ്പോൾ കുറേ കൾച്ചേഴ്സിന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ്, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് എങ്ങനെയാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്തിനെ നോക്കുകയാണ് സൈക്കോളജി? ദാറ്റ്സ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. അത് എന്താ പറയുക, വലിയ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് കൈൻഡ് ഓഫ് ഒരു കൾച്ചറൽ ഷോക്ക് പോലെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു അവിടെ ഈ മെൻ്റൽ ഹെൽത്തിന് ലൈക്ക് ദ വേ ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനേക്കാളും ദേ ആർ വെരി ഷുവർ they make sure their mental health is stable എന്നുള്ളത് എനിക്ക് അവിടെ എത്തിയതിനു ശേഷം ഒരു വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ മെന്റൽ ഹെൽത്തിനെ കാണുന്നത് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് നമുക്കെല്ലാം കഴിഞ്ഞാല് ഉള്ള. കാരണം മിക്ക ആളുകളും പറയും പണ്ടൊന്നും ഈ അസുഖം ഉണ്ടായിരുന്നില്ലല്ലോ, പണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് മിക്ക ആൾക്കാരും.
അതെ ഇതുണ്ടായിരുന്നു പക്ഷേ അറിയാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അങ്ങനെ ഇപ്പം നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് കുറച്ചും കൂടി മൈൻഡ് സെറ്റ് ഗ്രോത്ത് ഉള്ള ആളുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കുറെ ആൾക്കാരായിട്ട് ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും ആ സൊസൈറ്റി എന്നുള്ള ഇറ്റ് ഇസ് റിയലി ഗുഡ്. ലൈക്ക് അത് കാണാനും അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ നിൽക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽക്കാനും ഉള്ളത് അത് കുറച്ചുകൂടെ എന്താ പറയാ, നമ്മുടെ തന്നെ മൈൻഡ് സെറ്റായിട്ട് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം അവിടെ എല്ലാം ഒരു ചില പെർട്ടിക്കുലർലി വർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അതല്ലാതെ അതിൻ്റെ കൂടെ തന്നെ ടേക്ക് കെയർ ഓഫ് ദെയർ മെന്റൽ ഹെൽത്ത് വെരി ഗുഡ്. ആഡിങ് ദിസ് ടു ദിസ് മീൻസ് നമ്മുടെ നാട്ടിൽ ഇറ്റ് ഈസ് ട്രൂ ലൈക്ക് സ്റ്റിൽ നമുക്ക് അവയർനെസ് ഇഷ്യൂസ് ഉണ്ട്, ബട്ട് വി ആർ ഗ്രോയിങ്. മീൻസ് ഹൗ ഐ ക്യാൻ ടെൽ യു ദാറ്റ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 years ആയിട്ട് ഐ ആം സ്റ്റിൽ ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് ഐ ആം വാച്ചിങ് ദ ആപ്ലിക്കേഷൻസ് കമ്മിങ് ടു അസ്. അപ്പോൾ നമുക്ക് we have a program in UK and USA, MSc Psychology Conversion. Okay, that means for example Akshay BTech ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. Obviously you directly ചിന്തിക്കുന്ന സമയത്ത് can you study psychology? ഇല്ല, മേ ബി ബിടെക്കിന്റെ മാസ്റ്റേഴ്സ് എന്നുള്ളത്. But now there is an opportunity. അപ്പോൾ നമുക്ക് MSc Psychology Conversion എന്ന് പറയുന്ന കൺവേർഷൻ കോഴ്സ് ബേസിക്കലി അതൊരു ബാച്ചിലേഴ്സിന്റെ ഫൗണ്ടേഷൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് MSc മാസ്റ്റേഴ്സിനും പഠിക്കാനുണ്ടാവും. ഒരു ബാച്ചിലേഴ്സ് ഇൻ സൈക്കോളജി കഴിഞ്ഞ ഒരാൾക്ക് അത് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല പലപ്പോഴും. പക്ഷെ നമുക്ക് നമ്മളെ പോലത്തെ ഇപ്പോൾ അതർ സബ്ജക്ട് ഏരിയസിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അതൊരു ഈസി ഓപ്പർച്യൂണിറ്റിയാണ് ടു ഡു നോ മച്ച് മോർ അബൌട്ട് ദാറ്റ് കൺവേർഷൻ കോഴ്സ്. ഇതിന്റെ എലിജിബിലിറ്റി ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡു എനി ഡിഗ്രീസ്, നോ പ്രോബ്ലം. ദാറ്റ്സ് ദ സ്റ്റെപ്പ്. നമ്മൾ ഏത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ്, നമുക്കത് അറ്റൻഡ് ചെയ്യാം. ഇതിൽ ഞാൻ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 3 years ആയിട്ട് നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി സൈക്കോളജി സബ്ജക്റ്റിന് മാസ്റ്റേഴ്സിൽ പോയ കുട്ടികൾ 30 to 35% ഓഫ് ദം ആർ MSc Psychology Conversion Programs. ദാറ്റ് മീൻസ് അവർ വേറെ ഏതൊരു സബ്ജക്റ്റ് പഠിച്ചിട്ട് ഇപ്പം അവർ പഠിക്കാൻ താല്പര്യപ്പെടുന്നത് സൈക്കോളജിയാണ്. സോ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ നമ്മൾ മൊത്തം നമുക്ക് വരുന്ന സൈക്കോളജി അപ്ലിക്കൻസിൽ 35% ഇസ് നോട്ട് എ സ്മാൾ നമ്പർ ആസ് യു ക്യാൻ സീ. സോ വി ആർ ഗ്രോയിങ്, മീൻസ് വി ആർ ഗെയിനിങ് നോളേജ്. അപ്പോൾ അതിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് പീപ്പിൾ ആർ സ്റ്റാൻഡിങ് അപ്പ് ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്. അത് വി ആർ മീൻസ് ഈവൻ ഇൻ ദ ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ എല്ലാത്തിലും നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. പീപ്പിൾ ആർ സ്പീക്കിംഗ്, എല്ലാ സ്ഥലത്തും നമുക്ക് നോളേജ് എലമെന്റ്സ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സുശാന്ത് സിംഗിന്റെ പോസ്റ്റ് കോവിഡ് ആണ് കുറെ ആൾക്കാർ ഇതിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ അടച്ചുകൂടി ഡിപ്രസ്ഡ് ആണെന്നുള്ളത് പിന്നെയാണ് ആൾക്കാരിലേക്ക് എത്തുന്നതോ, അല്ലെങ്കിൽ അതിനുശേഷമാണ് പ്രത്യേകിച്ച് ആ സുശാന്ത് സിംഗിന്റെ ഇഷ്യൂന് ശേഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ എൻ്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെ ശരിക്കും നമുക്കത് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യാം. പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്നുള്ളതിന് ഒരു ചേഞ്ച് തന്നെ. മീൻസ് ഈവൻ നമ്മൾ അതിന് മുമ്പത്തെ അപ്ലിക്കേഷൻ ലെവൽസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നമ്മളൊരു ഗ്രോയിങ് ഫേസിലായിരുന്നു ആസ് എ ബിസിനസ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലും എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഐ ഡോണ്ട് സീ ദാറ്റ് മച്ച് ഓഫ് അപ്ലിക്കൻസ് ടു സൈക്കോളജി. ഈവൻ ഹെസ ഡാറ്റയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീ കോവിഡിന്റെ ശേഷമുള്ള ഗ്രാഫാണ് ഞാൻ പറഞ്ഞത്. 2021 ദേ ആർ ഹിറ്റിംഗ് 1,40,000 സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് സൈക്കോളജി ഇൻ UK. അപ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അൻസലയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഒരു അതിനു മുമ്പ് ഈ കൺവേർഷൻ സൈക്കോളജിനെ അപ്പോൾ കൺവേർഷൻ സൈക്കോളജി എന്ന ഫീൽഡിൽ ചില ആളുകൾ അത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് രീതിയിൽ പറയുന്ന ഒരു സംഭവമാണ്. സൈക്കോളജിയിൽ നമ്മൾ ബാച്ചിലേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വി വോണ്ട് ബി എനിത്തിങ്, വി ആർ ജസ്റ്റ് എ ബാച്ചിലർ ഗ്രാജുവേറ്റ്. അതായത് ഒരു 3 വർഷം നമ്മൾ സൈക്കോളജി, BSc സൈക്കോളജി ആയിക്കോട്ടെ, BA സൈക്കോളജി ആയിക്കോട്ടെ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് എ സൈക്കോളജി സ്റ്റുഡൻറ്. അതുകൊണ്ട് നമുക്കൊന്നും ഗെയിൻ ചെയ്യാനില്ല. ജസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജി അല്ലെങ്കിൽ സയൻസിൽ ഗ്രാജുവേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സൈക്കോളജിയിൽ PG ചെയ്ത് അല്ലെങ്കിൽ MSc ചെയ്യുന്ന ഒരാളെ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്താലേ സൈക്കോളജിസ്റ്റ് ആവുകയുള്ളൂ. അതായത് നമുക്ക് വർക്ക് ചെയ്യാനും ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൺവേർഷൻ സൈക്കോളജി വരുന്ന സമയത്ത് ബാച്ചിലേഴ്സ് ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കും MSc സൈക്കോളജി എടുക്കാം.
ഓക്കെ. അതായത് ഏത് ഫീൽഡിലുള്ള ആളുകൾക്കും MSc സൈക്കോളജി എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ അബ്രോഡ് ആവുന്ന കേസസിൽ നമുക്ക് കൺവേർഷൻ സൈക്കോളജി എന്നുള്ളത്, അതിൽ അവർ ബേസിക്കലി എല്ലാ നമ്മൾ ബാച്ചിലേഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഇൻട്രൊഡക്ഷൻ തരും. എന്നിട്ട് സെക്കൻഡ് ഇയറിലാണ് അവർ കുറച്ചും കൂടി അതിൽ സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ട് MSc സൈക്കോളജി അവർ ഫ്രെയിം ചെയ്യുന്നത്, ആ കോഴ്സ് ആസ് എ ഹോൾ അവർ ഫ്രെയിം ചെയ്യുന്നത്. പക്ഷെ സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ബാച്ചിലേഴ്സ് സൈക്കോളജി ചെയ്തായിരിക്കും. ഓക്കെ. അതായത് ഞാൻ BSc സൈക്കോളജി ചെയ്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കോഴ്സ് എടുക്കാം. അതായത് ക്ലിനിക്കലി അല്ലെങ്കിൽ ന്യൂറോ സയൻസ് എനിക്ക് എടുക്കാം, കാരണം ഐ ഹാവ് എ ബേസ്. പക്ഷെ ഇതില്ലാത്ത കുട്ടികൾക്കും എന്ത് ചെയ്യാം, മാസ്റ്റേഴ്സ് ചെയ്യാം. അപ്പൊ അവർക്ക് ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ് ഹെൽപ്ഫുൾ ഇഫ് ദേ ടേക്ക് കൺവേർഷൻ ആൻഡ് ലേറ്റർ ഓൺ ദേ ഗെറ്റ് ടു പിക്ക് എ പെർട്ടിക്കുലർ ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദിസ് കോഴ്സ്. സോ ആ ഒരു ഇതാണ് കൺവേർഷൻ സൈക്കോളജി എന്നുള്ളത്. അതിലിപ്പോ നേരത്തെ എന്താ കേസ് പറഞ്ഞത്, കൺവേർഷന്റെ ബാക്കിയുള്ള കോഴ്സിനെക്കാട്ടും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കൺവേർഷനിൽ ബേസിക് ആയിട്ട് പഠിക്കും. അത് എക്സ്ട്രാ സബ്ജക്റ്റ് ആണോ അല്ല എക്സ്ട്രാ ടൈം അവിടെ ഇരിക്കണോ? അല്ല, അതായത് നമ്മൾ ബാച്ചിലേഴ്സിൽ പഠിച്ചിട്ടുള്ള സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമുക്കുള്ള ഐഡിയോളജീസ് ഉണ്ട്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു വലിയ മൊഡ്യൂളാണ്. ഇൻട്രൊഡക്ഷൻ സൈക്കോളജിനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ഇമോഷൻസിനെ കുറിച്ച് പഠിക്കുന്ന, മെമ്മറീസ്, ഇതൊക്കെയാണ് കോർ കാര്യം. ഇത് നമ്മൾ ആക്ച്വലി ബാച്ചിലേഴ്സിൽ പഠിക്കും. ബാച്ചിലേഴ്സ് സൈക്കോളജി എടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് എടുക്കാത്ത കുട്ടികൾക്ക് മാസ്റ്റേഴ്സ് എടുക്കാം. അതായത് സൈക്കോളജി ബേസ് ഇല്ലാത്ത കുട്ടികൾക്കും മാസ്റ്റേഴ്സ് സൈക്കോളജി എടുക്കാലോ. അപ്പൊ അവർക്ക് ഈ കോൺസെപ്റ്റ് കൂടി ഇവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അവർ കൺവേർഷൻ സൈക്കോളജി ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് അത് ആക്ച്വലി പഠിക്കണ്ട, നമ്മൾ ഓൾറെഡി അത് പഠിച്ചു. ലൈക്ക് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് നോട്ട് എ ഫൗണ്ടേഷൻ പ്രോഗ്രാം, ബട്ട് ആ ഫൗണ്ടേഷൻ എലമെന്റ്സും കൂടെ കോഴ്സിൽ എംബഡഡ് ആണ്. ഇറ്റ്സ് എൻറ്റയർലി ഫോർ ആ ബാച്ചിലർ ഹു ഇസ് നോട്ട് സ്റ്റഡിയിങ് സൈക്കോളജി. ആളെ ഓൾറെഡി സൈക്കോളജി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളോ, അല്ലെങ്കിൽ ഒരു ബന്ധം ഇൻ ദ സെൻസ് ഒരു താല്പര്യമില്ലാത്ത ഒരാളെന്നല്ല ഉദ്ദേശിച്ചത്, ഒരു തരത്തിൽ ആ സബ്ജക്റ്റായിട്ട് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് അവർക്കൊരു ഫൗണ്ടേഷൻ ബേസ് ആ പ്രോഗ്രാമിൽ എംബഡഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആൾറെഡി BSc സൈക്കോളജി പഠിച്ചൊരു കുട്ടി വീണ്ടും MSc സൈക്കോളജി കൺവേർഷൻ എടുക്കരുത് എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. റിപ്പീറ്റേഷൻ, നോബഡി ലൈക്ക് റിപ്പീറ്റേഷൻ, എല്ലാവരും ബോറിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് അത് മറ്റേ ഫൗണ്ടേഷൻ കോഴ്സോ അല്ലെങ്കിൽ പ്രോഗ്രാം പോലെയല്ല. അതായത് എക്സ്ട്രാ ഇരിക്കൂ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കണം. അത് കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാലും വി ആർ എ സൈക്കോളജിസ്റ്റ്. കാരണം ഞാൻ പറഞ്ഞു PG ആരാണോ സൈക്കോളജി ചെയ്യുന്നത് ദേ ആർ ഗ്രാജുവേറ്റ്സ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ അവർക്ക് ഉണ്ടാവും. ഓക്കെ. അൻസലയിലേക്ക് വരികയാണ്. ഒരു മൾട്ടി കൾച്ചറൽ സെറ്റിംഗ്, അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൾച്ചേഴ്സിൽ നിന്ന് ആൾക്കാർ, അത് നമ്മൾ മൾട്ടി കൾച്ചറൽ സെറ്റിംഗ്. ഓക്കെ. അവിടെ സൈക്കോളജീനെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് കുറേ കൾച്ചേഴ്സിൽ നിന്ന് ആൾക്കാരാണ്, അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ഈ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ. ഞാൻ നിൽക്കുന്നത് കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ്. കേംബ്രിഡ്ജ് ഇസ് നോൺ ആസ് സ്റ്റുഡൻറ് സിറ്റി. സ്റ്റുഡൻസിൻ്റെ സിറ്റിയാണ്. അവിടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 10 അല്ലെങ്കിൽ അതിന് പ്ലസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുമല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റുഡൻറ് സിറ്റി. ആൻഡ് UK കറണ്ട് റേറ്റ് അനുസരിച്ചിട്ട് ആക്ച്വലി ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉള്ള സിറ്റി ഇസ് കേംബ്രിഡ്ജ്. ഓക്കെ. അതായത് സ്റ്റുഡൻറ് സിറ്റി ആയിട്ടുള്ള കേംബ്രിഡ്ജിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ്സ് കൂടുതൽ. ഓക്കെ. അപ്പോൾ അക്കാഡമിക് പ്രഷറാണ് ബേസിക്കലി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സംഭവം എന്താ പറയുക, ലൈക്ക് പല കൾച്ചറിൽ വരുന്ന ആളുകൾ, അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കുട്ടികളും പല കൾച്ചറിലുള്ള ആളുകളും അവർക്ക് ആസ് എ ഹാൻഡ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലോ. എസ്പെഷ്യലി നമ്മൾ അബ്രോഡ് പോയി നിൽക്കുന്ന ആ സ്റ്റേജിൽ നമുക്കൊരു അക്കാഡമിക് പ്രഷർ കൂടി കൂടുമ്പോൾ അത് കൂടുതലാവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ പല കൾച്ചറിലുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ വൺസ് നമ്മൾ ആ ഒരു ഫ്രണ്ട് സർക്കിൾ, ഇങ്ങനത്തെ ഒരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ നമുക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് അവരെല്ലാവരും ദേ ആർ ഓപ്പൺ ടു, ഒരു കുട്ടി അബ്രോഡ് പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ന്യൂ തിങ്സ് എന്നുള്ളതാണ്. അതൊരു ആസ് എ ഇൻഡിവിജ്വൽ അവരെ ഷോ ചെയ്യിപ്പിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ്. സോ മിക്ക കുട്ടികളും ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ടും അവർ ഇതിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കുട്ടികളാണ്. അല്ല, ഞാൻ ചോദിച്ചത് എങ്ങനെയായിരുന്നില്ല.
ഔട്ട് ഓഫ് ദി ടോപ്പിക് ആയെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഞാൻ ചോദിച്ചത് ഒന്നുകൂടി ചോദിക്കാം. അതായത് ഞാൻ വേറൊരു കൾച്ചറിൽ നിന്ന് വരുന്ന ആളാണ്, അൻസ്ല വേറൊരു കൾച്ചറിൽ നിന്ന് വരുന്ന ആളാണ്, ജിഷ വേറൊരു കൾച്ചറിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ഇവരൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു എന്താണ് ഒരു റൂമിൽ ഇത്രയും ആൾക്കാരുണ്ട്. ഇവരെ എങ്ങനെയാണ് നിങ്ങൾ ഒരു കോഴ്സാണ് പഠിച്ചത്, അതെങ്ങനെയാണ് ആ ഒരു സൈക്കോളജി കോഴ്സ് വെച്ച് ഇത്രയും കൾച്ചേഴ്സിൽ വരുന്ന ആൾക്കാരെ എങ്ങനെയാണ് നിങ്ങൾ treat human understanding. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ? I have a common view on that. Means, let her take a breath and think about it and give a time. Okay. Obviously, it is means from my perspective, from my sessions I had with any of the psychologists or any of the students. എനിക്ക് മനസ്സിലായതനുസരിച്ച് they will ask questions, we have to speak up, we will speak so many stuff. And it's not about like we are consulting a doctor. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. If you go to a doctor, he will ask, do you have fever? How is your BP? How is your temperature? Are you sneezing? When is your fever coming up? There is a set of questions to ask. Right? Right? ഒരു ഡോക്ടറിനെ Okay. സംബന്ധിച്ച്. Yeah. And from this psychologist sessions I had and from my students, like ഞാൻ സംസാരിച്ചിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, they will ask questions minded to another question. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ നമുക്ക് പനി എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. മേ ബി പനി ആയിരിക്കാം അസുഖം. എനിക്ക് പനിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് പനിച്ചത്? രാവിലെ. ഈ പനി തുടങ്ങാനുണ്ടായ കാരണം എന്തായിരുന്നു? അപ്പോൾ ഞാൻ മഴ കൊണ്ട് എവിടേക്കാണ് പോയത്? ദർ ഇസ് എ സ്ട്രിങ് ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് മീൻസ് സെഷൻസ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മേ ബി ദർ ഇസ് എ തിയറിറ്റിക്കൽ വേർഷൻ ടു ഇറ്റ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദർ ഇസ് നോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് സെറ്റ് ഓഫ് തിങ്സ് ടു ആസ്ക് ടു എ പെർട്ടിക്കുലർ patient or a particular person walking into their chair. So entirely they have a space and they will means inki feel she or he made me comfortable to speak about myself. Then they understood what I'm going through. Then they asked me how I'm feeling regarding that. And that's how I think അങ്ങനെയാണ് അവരത് മനസ്സിലാക്കുന്നതെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് വൈൽ വി വർ റീഡിങ് ബുക്സ്, നമ്മൾ ഒരുപാട് സൈക്കോളജി, ഇപ്പോൾ ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ് ടു മാസ്റ്റർ ദീസ് സ്കിൽസ്. മീൻസ് ഇപ്പോൾ സൈക്കോളജി പഠിക്കുക എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ടു ബി എ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് വേർഡാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. അപ്പം നമുക്ക് ഇപ്പോൾ വേറെ എന്ത് പ്രൊഫഷനും ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ലേൺ സംതിങ് റിലേറ്റഡ് ടു സൈക്കോളജി, ഇറ്റ്സ് ഹെൽപ്പ് യു ഈവൻ ടു കമ്മ്യൂണിക്കേറ്റ്, to gain attention, to do your work properly, to delegate, to manage people. നമുക്കൊക്കെ സൈക്കോളജി സ്കിൽസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ബിക്കോസ് നമ്മളെ ചുറ്റുമുള്ളത് ഈ ഇപ്പോൾ അക്ഷയ് പറഞ്ഞ പോലെ തന്നെ എവ്രി വൺ ഇസ് ഫ്രം സം ഓർ അതർ കൾച്ചർ ഓർ എ ഹോം. നമ്മൾ ഓരോരുത്തരും വേറെ സെറ്റപ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ വേറെ സിറ്റുവേഷനിലാണ് ഓരോ ദിവസം ഓഫീസിലേക്ക് വരുന്നത്. സോ ഐ ഹാവ് ടു മാനേജ് പീപ്പിൾ. അപ്പോൾ ഇതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ എല്ലാവരും, അപ്പോൾ അക്ഷയ്ക്കും അക്ഷയുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും ടു നോ ആൻഡ് ടു സ്റ്റഡി സൈക്കോളജി. അപ്പോൾ എവ്രി വൺ ഹാസ് ടു സ്റ്റഡി ഇറ്റ്. ആൻഡ് ഫോർ പ്രിസൈസ്ലി അക്ഷയ്സ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ദേ വിൽ ആസ്ക് ആൻഡ് ദേ വിൽ മേക്ക് അസ് കംഫർട്ടബിൾ ആൻഡ് വി ജസ്റ്റ് ടോക്ക്. എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് മീൻസ് ഏത് കൾച്ചറിൽ നിന്ന് വന്നിട്ടായിട്ടും കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് അതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഓരോ ആളുകളും പല കൾച്ചറിനും, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും സെയിം ഹൗസിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അതിൽ ഓരോ ആളുകളും വേറെ വേറെയാണ്. അപ്പോൾ പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആണ്. ആ ഒരു ടേക്കിലാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. ദേ വർ ചേഞ്ചിങ് ദർ കരിയേഴ്സ് ഓർ ചേഞ്ചിങ് ദർ സബ്ജക്ട് ഇൻ ബിറ്റ്വീൻ. വളരെ ചുരുക്കം ആളുകളാണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് they have a vision, they have a goal from the beginning itself. പക്ഷെ ഇതിൽ വലിയൊരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്, and it took me around 1.5 years to crack this down. Mental health will gain a particular priority as a physical health. നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, we will be gaining the same priority for mental health as well. ആക്ച്വലി നമുക്ക് BPS ഉള്ള കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല.